നമ്മൾ സ്വീകരിച്ചിട്ടില്ല. ദൗർബല്യമായിട്ട് ആരും കാണരുത്. അത് ഈ സമുദായത്തിന്റെ ദൗർബല്യമല്ല, ഭീരുത്വം കൊണ്ടല്ല, നേരെ മറിച്ച് ഈ രാജ്യത്തെ നിയമങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നിയമപരമായ പോരാട്ടത്തിലൂടെ അക്രമത്തെയും മർദ്ദനത്തെയും ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ജനാധിപത്യത്തിന്റെ വഴികളും ജനകീയ പ്രതിരോധത്തിന്റെ മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് അക്രമം അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന RSS ഭീകരതയെ ഒതുക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾ ദൗർബല്യമായിട്ട് ഇത് കാണരുത്. ബഹുമാന്യരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കോരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് തന്നെയാണ്, ഇവിടെ ഒരു പൂച്ചക്കുട്ടിക്ക് പോലും പോറലേൽക്കാതെയാണ് ഈ പ്രതിഷേധം അലയടിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ആലുവ പട്ടണത്തെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് യുവാക്കൾ അണിനിരന്നിട്ടുള്ള ഈ പ്രകടനം, പക്ഷേ ഈ പ്രകടനത്തിന്റെ ഈ ക്ഷമയെങ്ങാനും ഈ ക്ഷമയുടെ അതിർവരമ്പുകളെങ്ങാനും ലംഘിക്കപ്പെട്ടാൽ അതിന്റെ പ്രത്യാഘാതത്തിന് ഏകോപന സമിതി ഉത്തരവാദികളാകുകയില്ല എന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിയമം ലംഘിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല, പക്ഷേ ക്ഷമയുടെ നെല്ലിപ്പടി ഞങ്ങൾ കാണും. നിയമം ഞങ്ങൾ കയ്യിലെടുക്കില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ഈ സായാഹ്നത്തിൽ പടച്ച തമ്പുരാനെ കണ്ടുമുട്ടാനാണ് വിധിയെങ്കിൽ അള്ളാഹുവിന്റെ നിഖായിന് വേണ്ടി കൊതിച്ചുകൊണ്ട് വന്നിരുന്നവരാണ് വേറെ. രക്തസാക്ഷിത്വത്തെ പൂമാല പോലെ സ്വീകരിക്കുവാൻ സന്നദ്ധരായി അണിനിരന്ന മുസ്ലിം ഉമ്മത്താണ് ഈ ആലുവ പട്ടണത്തിൽ സാക്ഷികളായിട്ടുള്ളതെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അടിച്ചമർത്താൻ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതാരാണെന്ന് നിങ്ങൾക്കറിയാം. ബ്രിട്ടീഷുകാർക്കെതിരെ വെള്ളപ്പട്ടാളക്കാർക്കെതിരെ ധീരമായി പടപൊരുതി ധീര രക്തസാക്ഷിത്വം വരിച്ച അവസാനത്തെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചപ്പോൾ സാധാരണ നിങ്ങൾ പോരാളികളെ കണ്ണുകെട്ടി പിൻഭാഗത്ത് നിന്ന്